നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് കേന്ദ്ര സഹായം ഉപാധികളോട് കൂടിയ വായ്പയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വായ്പയിൽ വലിയ നിബന്ധനകൾ. കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ മനോഭാവവും കേരളത്തോടുള്ള കടുത്ത നീതി നിഷേധവുമാണ് ഇക്കാര്യത്തിൽ പ്രകടമാകുന്നതെന്നും മന്ത്രി. കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവനയിൽ കുറ്റപത്രം തയ്യാറായി. അധിക്ഷേപിച്ചത് RLV രാമകൃഷ്ണനെ തന്നെ. സത്യം ജയിച്ചെന്ന് RLV രാമകൃഷ്ണൻ. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരു കലാകാരനും അവഹേളിക്കപ്പെടാൻ ഇടയാകരുതെന്നും RLV രാമകൃഷ്ണൻ. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കേരളം മുൻനിരയിലെത്തിയത് കൂട്ടായ പരിശ്രമത്തിലൂടെയെന്ന് VK ശ്രീകണ്ഠൻ MP. ഈ നേട്ടം എല്ലാ മലയാളികൾക്കും അവകാശപ്പെട്ടത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ മുന്നേറാൻ നമുക്ക് കഴിയുമെന്നും MP. ചേലക്കര പുലാക്കോട് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഹോംഗാർഡ് മരിച്ചത് ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് രമേശൻ. അപകടം ഇന്നലെ രാത്രിയിൽ. വാർത്തകൾ വിശദമായി. വയനാട് ദുരിതാശ്വാസത്തിന് കേന്ദ്രം ഉപാധികളുടെ വായ്പയാണ് അനുവദിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വലിയ നിബന്ധനകളോടെയാണ് വായ്പ നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ മനോഭാവം കേരളത്തോടുള്ള കടുത്ത നീതി നിഷേധം കൂടിയാണെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി കേരളത്തിന് നൽകിയിരിക്കുന്ന ലോണിലും നിബന്ധനകൾ എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ പ്രശ്നം. ഇത് കേരളത്തിനോടുള്ള കടുത്ത നീതി നിഷേധത്തിൻ്റെ ക്രൂരമായിട്ടുള്ള ഒരു താല്പര്യമാണ്. കടുത്ത നീതി നിഷേധത്തിൻ്റെ ഏറ്റവും ക്രൂരമായൊരു മനോഭാവമാണ്. കേരളം അടിയന്തിരമായി ദുരന്തമുണ്ടായ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം കൂടി ആവശ്യപ്പെട്ടതനുസരിച്ച് ദുരന്തമുണ്ടായി 17 ദിവസത്തിനകം കൊടുത്ത കേരളത്തിൻ്റെ നഷ്ടങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരിടപെടൽ അതുണ്ടായില്ല. കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവനയിൽ കുറ്റപത്രം തയ്യാറായി. യൂട്യൂബ് ചാനലിലെ വിവാദ അഭിമുഖത്തിൽ RLV രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സത്യം ജയിച്ചെന്ന് RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ചാലക്കുടിക്കാരൻ നർത്തകന് കാക്കയുടെ നിറം എന്ന കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെയാണ് കുറ്റപത്രം തയ്യാറായിരിക്കുന്നത്. പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെ തന്നെയാണ് സംസാരിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോപോളോയും കേസിൽ പ്രതിയാണ്. സത്യം ജയിച്ചെന്നായിരുന്നു സംഭവത്തിൽ RLV രാമകൃഷ്ണന്റെ പ്രതികരണം. ഒരു കാലത്തും ഇനി ജാതി വിവേചനം ഉണ്ടാകരുതെന്ന താക്കീതാണ് ഈ കുറ്റപത്രമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി രാമകൃഷ്ണൻ ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് കുറ്റപത്രം കോടതിയിലെത്തുന്നത്. കുറ്റം തെളിഞ്ഞാൽ സത്യഭാമയ്ക്ക് പരമാവധി 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല താൻ നിയമപോരാട്ടം നടത്തിയതെന്നും RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഇത്തരം അധിക്ഷേപങ്ങൾ ആധുനിക ലോകത്ത് പാടില്ല എന്നതിന്റെ പേരിലായിരുന്നു പോരാട്ടം. സത്യത്തിന്റെ വാതായനങ്ങൾ എന്നും തുറക്കപ്പെടും എന്ന് പറയുന്ന നമ്മുടെ മഹത്വചനങ്ങൾ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരാളെ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി ചെയ്ത ഒന്നല്ല. ഇങ്ങനെയുള്ള ഓരോ അധിക്ഷേപങ്ങൾ ഈ ആധുനിക സാംസ്കാരിക ലോകത്ത് പഠനവും മറ്റു കാര്യങ്ങളും പഠിച്ച് സംസ്കാര സമ്പന്നരായ മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനെതിരെ ഉള്ളൊരു നടപടിയാണ്. കാരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നിട്ടിറങ്ങിയത്. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും കലാരംഗത്ത് തന്നെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നേരിട്ടുകൊണ്ട് അവരുടെ പഠനങ്ങൾ പാതി വഴി മുടങ്ങി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഇന്ന് കലാലയങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അനുകൂലമായി ഇനി ഇങ്ങനെയൊരു നടപടി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. വിവേചനങ്ങൾ നേരിട്ട് പഠനം തന്നെ മുടങ്ങി നിൽക്കുന്ന നിരവധി കലാകാരന്മാർ വിവിധ ഇടങ്ങളിലുണ്ട്. അവർക്കെല്ലാം ഇനി ആരുടെ ഭാഗത്തു നിന്നും ഒരു വിവേചനവും ഉണ്ടാകരുത് എന്നാണ് താൻ ആഗ്രഹിച്ചത്. സത്യം കൂടെ നിൽക്കുമെന്ന് ഇപ്പോൾ തെളിഞ്ഞു. അഭിമുഖത്തിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് സത്യഭാമ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും അത്തരം തെളിവുകൾ പോലീസിനു മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചെന്നും RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കേരളം മുൻനിരയിലെത്തിയത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണെന്ന് VK ശ്രീകണ്ഠൻ MP. മണ്ണൂർ AUP സ്കൂൾ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ഫണ്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് 4 ലാപ്ടോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്.
ഒരുമയുടെയും കൂട്ടായ്മയുടെയും ഭാഗമായി നാം നേടിയെടുത്തതാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നേട്ടമാണിതെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിട്ട് വളരാം. നിർബന്ധമാണ് വിദ്യാഭ്യാസം. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിനും അതുപോലെ ആരോഗ്യത്തിനുമാണ്. അപ്പൊ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും നമ്മുടെ നാട് മറ്റു നാടുകളെക്കാൾ വളരെ മുൻപന്തിയിലാണ്. അത് നിലനിർത്തുന്നത് ഈ ഒരു കൂട്ടായ്മയാണ്. ഒരു മാനേജ്മെന്റ് മാത്രമല്ല, ഇവിടുത്തെ രക്ഷകർത്താക്കൾ, നാട്ടുകാർ എല്ലാവരുടെയും വലിയ പിന്തുണ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുണ്ട്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് വീണ്ടും 18 വയസ്സ് പൂർത്തിയായി. 118 വയസ്സുള്ള ഏറ്റവും വലിയൊരു മുത്തശ്ശിയാണ് നമ്മുടെ സ്കൂൾ. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4 ലാപ്ടോപ്പുകളുടെ ഉദ്ഘാടനവും VK ശ്രീകണ്ഠൻ നിർവഹിച്ചു. KM അബ്ദുൽ ഹക്കീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്, പഞ്ചായത്ത് പ്രസിഡന്റ് അനിത എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PR ബിന്ദു, സ്കൂൾ മാനേജർ ബാലകൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ജയശ്രീ, പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്, റജുല, സതീഷ് പൂഴിക്കുന്ന്, സ്കൂൾ ലീഡർ അർച്ചന എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക TA ഷരീഫ സ്വാഗതവും PTA പ്രസിഡന്റ് NP ഗണേഷ് നന്ദിയും പറഞ്ഞു. രോഗപീഠ മൂലം ദുരിതമനുഭവിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കാൻ സ്കൂളിൽ പ്രത്യേക ഭക്ഷ്യശാലയൊരുക്കിയിരുന്നു. ലഭ്യമായ വരുമാനം ഈ കുടുംബത്തിന് നൽകും. കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാലം. ചേലക്കര പുലാക്കോട് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഹോംഗാർഡ് മരിച്ചു. ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് 63 വയസ്സുള്ള രമേശാണ് മരിച്ചത്. ഇന്നലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പുലാക്കോട് സെന്ററിന് സമീപം എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ രമേഷിനെ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി 11:30 മരിക്കുകയായിരുന്നു. എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കിലെ യാത്രക്കാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്നാണ് സൂചന. ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡാണ് മരിച്ച 63 വയസ്സുള്ള രമേഷ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ KVR ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സല്യൂട്ട് സ്വീകരിച്ചു. പാസിംഗ് ഔട്ട് പരേഡിനോടനുബന്ധിച്ച് എല്ലാ കാഡറ്റുകൾക്കും പരിശീലിപ്പിച്ച ഡ്രിൽ ഇൻസ്ട്രക്ടർമാർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ V. രവികുമാർ കേഡറ്റുകൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് KR ഷീന പരേഡിന്റെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലും സബ് സെന്ററുകളിലും പരിശോധനാ സൗകര്യം ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 4-നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന മുദ്രാവാക്യവുമായി ജനകീയ ക്യാമ്പയിന് തുടക്കമായത്. ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ക്യാമ്പയിൻ ഏറ്റവും ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് കൂടി പ്രയോജനപ്രദമാകുകയാണ്. ഓങ്ങല്ലൂരിൽ സർക്കാർ ആശുപത്രിയിലും സബ് സെന്ററുകളിലും പരിശോധനാ സൗകര്യം ലഭ്യമാണ്. ആദ്യഘട്ടത്തിൽ സ്തനാർബുദം, ഗർഭാശയ ക്യാൻസർ, ഓറൽ കാവിറ്റി തുടങ്ങിയവ നിർണ്ണയിക്കുന്ന പരിശോധനകളാണ് നടക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായിട്ട് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്ന സ്തനാർബുദം, ഗർഭാശയ ഗളാർബുദം, വായിലുണ്ടാകുന്ന ക്യാൻസർ, ഇവയുടെ ഡിറ്റക്ഷൻ, നേരത്തെയുള്ള ഡിറ്റക്ഷൻ, അവയുടെ വേണ്ട ടെസ്റ്റുകൾ, ചികിത്സ സർക്കാർ തലത്തിൽ സൗജന്യമായി ലഭ്യമാക്കുക എന്ന ഒരു പരിപാടിയായിട്ട് ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8 വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസക്കാലം ഇതിൻ്റെ പരിശോധനകൾ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളും വെച്ച് നടക്കുകയാണ്. ഓങ്ങല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ നമ്മുടെ എല്ലാ സബ് സെൻ്ററുകളിലും പരിശീലനം സിദ്ധിച്ച വനിതാ ഉദ്യോഗസ്ഥർ, വനിതാ നഴ്സുമാർ ആണ് ഇതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുന്നത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാരൻ, ഡോക്ടർ മുബഷിറ എന്നിവരുടെ നേതൃത്വത്തിൽ
ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, മറ്റ് ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവരുൾപ്പെട്ട ടീമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പരിയാനംപറ്റ പൂരത്തോടനുബന്ധിച്ച് കല്ലുവഴി ആലുംകുളം യുവജന സംഘത്തിന്റെ ആഘോഷ പരിപാടികൾ 18 വരെ ആലുംകുളത്ത് നടക്കും. വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളതെന്ന് ടീം യുവ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിലെ കുട്ടികളുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന അർത്ഥമാക്കി ഞങ്ങൾ കലാസന്ധ്യ തുടങ്ങി. ഇന്ന് കലാസന്ധ്യയിൽ വിവിധ തരം പരിപാടികൾ കൊണ്ട് സമൃദ്ധമാണ് ഞങ്ങളുടെ കലാസന്ധ്യ എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. ആഘോഷത്തിന്റെ ഭാഗമായി 16 വൈകിട്ട് 6:30 മാർഗി രഹിത കൃഷ്ണദാസ് അവതരിപ്പിക്കുന്ന തായമ്പകയുണ്ടാകും. കല്ലൂർ രാമൻകുട്ടിമാരാർ മുഖ്യാതിഥിയാകും. പരിയാനംപറ്റ വടക്കൻ പൂരത്തിന്റെ മേളപ്രമാണി ശുഗപുരം ദിലീപ്, കിഴക്കൻ പൂരത്തിന്റെ മേളപ്രമാണി അത്താലൂർ ശിവൻ, പടിഞ്ഞാറൻ പൂരത്തിന്റെ മേളപ്രമാണി കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. രാത്രി 8-ന് പകരാവൂർ കേളീരവം കഥകളിക്കളരി അവതരിപ്പിക്കുന്ന പ്രഹ്ലാദചരിതം കഥകളി ഉണ്ടാകും. ഫെബ്രുവരി 16 രണ്ടാം ദിവസത്തെ ടിവിയുടെ ആഘോഷങ്ങളുടെ രണ്ടാം ദിവസം വൈകിട്ട് 6:30 മണിക്ക് ആലങ്കുളത്ത് നടക്കുന്നത് മാർഗി രഹിത കൃഷ്ണദാസിന്റെ തായമ്പകയാണ്. അന്നേ ദിവസം ടിവിയുടെ വാദ്യപ്രവീണ 2025 എന്ന പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള രഹിതയെ ആദരിക്കുന്നത് ശ്രീ കല്ലൂർ രാമൻകുട്ടി മാരാറാണ്. കൂടാതെ അന്നത്തെ ഒരു ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ 3 ദേശങ്ങൾ, പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക്, ഈ 3 ദേശങ്ങളിലെയും മേളപ്രമാണിമാരെ ആദരിക്കുക കൂടി ടീമിയുടെ വേദിയിൽ ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി നമ്മുടെ 3 ദേശങ്ങളിലെ പ്രതിനിധികളെയും ടീമിയ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിനുശേഷം 8 മണിക്ക് ശേഷം നമ്മുടെ കഥകളി പ്രഹ്ലാദചരിതമാണ് അരങ്ങേറുന്നത്. 17 വൈകിട്ട് 6:30 നടക്കുന്ന കലാസന്ധ്യയും സാംസ്കാരിക സദസ്സും സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഏഞ്ചൽ ജോഷി പങ്കെടുക്കും. 18-ന് കാളവേല ദിവസം രാവിലെ 10 മണിക്ക് കാളത്തല പൂജ, വൈകിട്ട് 4-ന് നഗരപ്രദക്ഷിണം, 7-ന് ഫ്യൂഷൻ ശിങ്കാരിമേളം, 9-15-ന് ചൈനീസ് വെടിക്കെട്ട് എന്നിവ നടക്കും. വൈഷ്ണവ് കല്ലാട്ട്, ശരൺ അപ്പു, ഗായകരായ ഭവിൻ വിനോദ്, സി അനഘ തുടങ്ങിയവർ സംഗീത വിരുന്നൊരുക്കും. രാത്രി 9:30-ന് കാളവേല പുറപ്പെടും. അതിന് തുടക്കം കുറിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ഭവിൻ വിനോദും കൂടാതെ അനഘ ശ്രീകൃഷ്ണവരും. അവരുടെ കൂടെ ഏറ്റവും നമ്മുടെയൊക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ശരൺ അപ്പു, AR റഹ്മാൻ സാർ വീഡിയോ ഷെയർ ചെയ്ത് ഏറെ വൈറലായിട്ടുള്ളൊരു വ്യക്തിയാണ് ശരൺ അപ്പു. കൂടാതെ വൈഷ്ണവ് പരിയാനംപറ്റ, ഇവർ 4 പേരും ചേരുന്ന ഒരു കോംബോയും അതിന് കൂടെ പ്ലേ ബോയ്സ് മണ്ണാർക്കാടിന്റെ ശിങ്കാരിമേളവും ഫ്യൂഷനും കൂടി ചേരുമ്പോൾ ആലുംകുളം ആകെ ഇളക്കി മറക്കാൻ തരത്തിൽ റെഡിയായിരിക്കുകയാണ് നമ്മുടെ എല്ലാ അംഗങ്ങളും. വൈസ് പ്രസിഡന്റ് TK സുനിൽ, ഖജാൻജി MV ശ്രീറാം, കലാമണ്ഡലം രാമൻകുട്ടി, സെക്രട്ടറി P രഞ്ജിത്ത്, ജോയിന്റ് സെക്രട്ടറി അനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നാട്ടാനകൾ കുറഞ്ഞത് എഴുന്നള്ളിപ്പുകൾക്കിടെ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായെന്ന് ആനപ്രേമി സംഘം. 700-ലധികം നാട്ടാനകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 390 ആനകൾ മാത്രമാണ് ഉള്ളതെന്നും ഇതിൽ 290 ആനകൾ മാത്രമാണ് എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുക്കുന്നതെന്നും ആനപ്രേമി സംഘം ഭാരവാഹി ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു. നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞതോടെ വിശ്രമം നൽകാതെ ആനകളെ കൂടുതൽ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുകയാണ്. ചൂടുകൂടി വർദ്ധിച്ചതോടെ ആനകൾ ഇടയുന്നത് പതിവായി. നാട്ടാന പരിപാലന ചട്ടം പാലിക്കാതെയാണ് ചില ഉത്സവ കമ്മിറ്റികൾ എഴുന്നള്ളിപ്പ് നടത്തുന്നത്. ആനകൾക്കാവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകുന്നില്ല. DJ സൗണ്ട് സിസ്റ്റം, നാസിക് ഡോൾ എന്നിവ ഉപയോഗിക്കുന്നത് ആനകളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. തലപ്പൊക്ക മത്സരങ്ങളുടെ പേരിൽ ആനകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും നാട്ടാന പരിപാലന ചട്ടം പാലിച്ചാൽ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു. കേരളത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള ആന എഴുന്നള്ളത്ത്, പള്ളി പെരുന്നാൾ, പള്ളി നേർച്ച എന്നിവ നടത്തുന്നതോടൊപ്പം തന്നെ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി ചില കമ്മിറ്റിക്കാർ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ആന എഴുന്നള്ളത്തിനിടയ്ക്ക് വരുന്ന അപകടങ്ങൾ. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നിലവിൽ കേരളത്തിൽ ഏകദേശം 300ഓളം ആനകളെ വെച്ചിട്ടാണ് എഴുന്നള്ളത്ത് നടത്തുന്നത്. ഇത് നിലവിലുള്ള ആനകൾക്കപ്പോൾ വിശ്രമക്കുറവുണ്ട്. അതിനൊരു പരിഹാരം വേണമെങ്കിൽ ആനകൾ കേരളത്തിലേക്ക് ഇനിയും ആനകൾ വരേണ്ടതുണ്ട്. മാത്രമല്ല തലപൊക്ക മത്സരം, അതുപോലെ തന്നെ ഈ പറയുന്ന ആനകൾക്ക് സ്വീകരണം കൊടുക്കുന്ന പരിപാടി, വലിയ സൗണ്ട് സിസ്റ്റം, DJ ഉൾപ്പെടെയുള്ളവ ആനയുടെ മുന്നിൽ നിന്നും 1 കിലോമീറ്ററെങ്കിലും നീക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ.
ഇത്തരം പരിപാടികൾ ചില കമ്മിറ്റിക്കാർ പാലിക്കുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്തും കൂടി നമ്മൾ അനുഭവിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി പുളിനെല്ലി ഗവൺമെന്റ് LP സ്കൂളിന്റെ 111ാമത് വാർഷികാഘോഷം നടന്നു. തരൂർ നിയോജക മണ്ഡലം MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K കുഞ്ഞുലക്ഷ്മി, കോട്ടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത CR, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത V, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മഹേഷ് കുമാർ, 8ാം വാർഡ് മെമ്പർ MR രജിത, കുഴൽമന്ദം AEO വിക്ടർ ഡേവിഡ്, BRC ട്രെയിനർ ഡോക്ടർ ജഷി, CRC N നിഷാന, SMC ചെയർമാൻ രമേഷ് കുമാർ, MPTA പ്രസിഡന്റ് സുജിത, പ്രസീത ശങ്കർ KS എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സെലിൻ K പോൾ സ്വാഗതവും PTA പ്രസിഡന്റ് ശശികുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് കേന്ദ്ര സഹായം ഉപാധികളോടുകൂടിയ വായ്പയെന്ന് റവന്യൂ മന്ത്രി K രാജൻ. വായ്പയിൽ വലിയ നിബന്ധനകൾ. കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ മനോഭാവവും കേരളത്തോടുള്ള കടുത്ത നീതി നിഷേധവുമാണ് ഇക്കാര്യത്തിൽ പ്രകടമാകുന്നതെന്നും മന്ത്രി. കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവനയിൽ കുറ്റപത്രം തയ്യാറായി. അധിക്ഷേപിച്ചത് RLV രാമകൃഷ്ണനെ തന്നെ. സത്യം ജയിച്ചെന്ന് RLV രാമകൃഷ്ണൻ. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരു കലാകാരനും അവഹേളിക്കപ്പെടാൻ ഇടയാകരുതെന്നും RLV രാമകൃഷ്ണൻ. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കേരളം മുൻനിരയിലെത്തിയത് കൂട്ടായ പരിശ്രമത്തിലൂടെയെന്ന് VK ശ്രീകണ്ഠൻ MP. ഈ നേട്ടം എല്ലാ മലയാളികൾക്കും അവകാശപ്പെട്ടത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ മുന്നേറാൻ നമുക്ക് കഴിയുമെന്നും MP. ചേലക്കര പുലാക്കോട് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഹോംഗാർഡ് മരിച്ചത് ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് രമേശൻ. അപകടം ഇന്നലെ രാത്രിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.